ഒന്നും അറിയില്ല, ചിലതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ചിലത് പെട്ടെന്ന് കെട്ടിപ്പടുക്കുന്നു, ചിലത് മൃഗങ്ങളെയൊക്കെ കുഴിച്ചിട്ട സ്ഥലങ്ങളുണ്ട് പോലും. മനസ്സിലാക്കണം, ഈ മുത്തുപ്പേട്ടയിൽ കിടക്കുന്നയാള്, മുത്തുപ്പേട്ടയിലെ ആള് ദാവൂദുൽ ഹക്കീമാണെന്നും ഇയാൾ എവിടത്തുകാരനാണെന്നും ആർക്കും അറിയൂല. പിന്നെങ്ങനെ പേര് കിട്ടിയത്? ഒരു കൃഷിക്കാരൻ, തഞ്ചാവൂരിലെ മുത്തുപ്പേട്ടയിലെ ഒരു കർഷകൻ, അയാൾക്ക് വിളവെടുക്കാൻ വേണ്ടി പാടത്തിങ്ങനെ നിലം ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. ഉഴുതുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചാലിൽ നിന്ന് രക്തമൊഴുകുന്നു. ചാലിൽ നിന്നിങ്ങനെ പെട്ടെന്ന് രക്തപ്രവാഹം. ഈ കർഷകൻ ഇത് കണ്ട് ബോധം കെട്ട് വീണു. കാരണം തന്റെ നിലത്തുഴുമ്പോഴാണ് രക്തപ്രവാഹം കാണുന്നത്. അങ്ങനെ ബോധം കെട്ട് വീണപ്പോൾ നാട്ടിലവിടെ മുസ്ലിമീങ്ങളൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ മുസ്ലിമീങ്ങൾ എത്തിയപ്പോ രക്തം ഒഴുകുന്ന ഒരു മയ്യത്ത് കണ്ടുപോലും അവരുടനെ രണ്ടാളെ ഏർപ്പാട് ചെയ്തു വിളക്ക് എത്തിക്കാൻ. അങ്ങനെയുള്ള മാപ്പിള കണ്ട ഉടനെ പിന്നെ വിളക്ക് എത്തിക്കലും പൂജിക്കലൊക്കെയാണ് തുടങ്ങിയത്. അങ്ങനെ ഇതാരാണെന്നും അറിയൂല. അപ്പോഴേക്ക് അവിടെ എല്ലാം തുടങ്ങി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ ആള് പോയിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ കണ്ടുപോലും ഇത് ഞാൻ ദാവൂദുൽ ഹക്കീമാണ്. ആര്? ഖബറിന്റെ ആള് പറയാണ്, ഞാൻ ദാവൂദുൽ ഹക്കീമാണ്, എന്റെ ഖബറിന് 45 അടി വേണം, ഞാൻ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളാണ്, മൂസാ നബിയുടെ കാലത്തുള്ള അനുയായിയാണ്, തൗറാത്ത് നന്നായി പഠിച്ച് കോഴ്സ് പാസ്സായ ആളാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ആരുടെ വിശേഷണങ്ങള്? മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീമിന്. ഇതൊക്കെ ആരാ പറഞ്ഞത്? സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത്. സ്വപ്നത്തിൽ കേട്ടതൊക്കെ വിശ്വസിക്കാമോ? തെളിവാണോ? മുസ്ലിമീങ്ങളെ പറയൂ, സ്വപ്നം തെളിവാണോ? ആ സ്വപ്നത്തിന്റെ സന്തതിയാണ് മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീമിന്റെ 45 അടി നീളമുള്ള ദർഗ. അതല്ലാതെ അങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയൂല. പേരെന്താ, ഊരെന്താ അറിയൂല. സ്വപ്നത്തിലാണ് കേട്ടത് പേരെന്ത്, ഊരംഗ എന്നൊക്കെ സ്വപ്നത്തിലാണ് മനസ്സിലായത്, അല്ലാതെ ആർക്കും അറിയൂല. എന്റെ ഖബറിന് ഇത്ര നീളം വേണം എന്ന് വരെ മൂപ്പരാണ് സ്വപ്നത്തിൽ വന്ന് പറയുന്നത്. 45 അടി നീളമുള്ള മനുഷ്യനാണ്, അത്ര അടിയിൽ ഉണ്ടാക്കണം. മനസ്സിലാക്കണം, ഇങ്ങനെയാണ് സമൂഹത്തിൽ ഒരുപാട് ദർഗകൾ ഉണ്ടായത്. എന്നിട്ട് ഈ ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മാത്രമല്ല ഈ ആളുകളുടെയൊക്കെ കഴിവുകളെ കുറിച്ച് പറയുന്നത് എന്താ? ഒന്നുകൂടി രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ. സമയം മഗ്‌രിബിനോട് അടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിന്റെ വിശ്വാസം എന്താണ്? നാഗൂരിലെ ഷാഹുൽ ഹമീദ്, നാഗൂരിൽ മറവട്ട് കിടക്കുന്ന നാഗൂർ ആണ്ടവർ എന്നറിയപ്പെടുന്ന നാഗൂർ ഷാഹുൽ ഹമീദിനെ സംബന്ധിച്ച് എന്തായി വിശ്വസിക്കുന്നത്? ഷാഹുൽ ഹമീദിന് വിവാഹം കഴിക്കാതെ സന്താനമുണ്ടായി എന്നാണ് പറയുന്നത്. ഉദാഹരണം എന്താ പറഞ്ഞത്? ഈസാ നബി ജനിച്ചത് പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രമാണ് ഉണ്ടായതെങ്കിൽ ഭാര്യയില്ലാതെ എന്റെ മുതുകിലുള്ള ബീജത്തെ ഒരു സന്താനമാക്കാൻ അല്ലാഹ്ക്ക് കഴിവില്ലേ? ആലോചിച്ചു നോക്കണം. കേട്ടോളൂ കഥ. ഞാൻ പറയുന്നതല്ല, നാഗൂർ ഷരീഫ് ചരിത്രം എന്ന പേരിൽ എന്റെ കയ്യിലുള്ള ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. അവസാനത്തെ രസകരമായ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? നാഗൂർ ഷെയ്ഖ് കല്യാണം കഴിച്ചില്ല. മൂപ്പരെ കല്യാണം കഴിപ്പിക്കാൻ നാട്ടിലുള്ള സ്ത്രീകളും ഉസ്താദുമാരും ഒക്കെ ശ്രമിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഒരു ഔലിയ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുതുകിൽ നല്ല ഒരു മഹാനായ ആൺകുഞ്ഞിന്റെ ബീജം ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് കല്യാണം കഴിച്ചാലല്ലേ പറ്റുള്ളൂ. മൂപ്പര് പറഞ്ഞു, കല്യാണം കഴിക്കാതെ തന്നെയൊക്കെ ബീജം ഒക്കെ പുറത്തുകിടാനുള്ള പരിപാടികളൊക്കെ വേറെ ഉണ്ട് എന്ന നിലക്ക് അങ്ങനെ സംസാരിച്ചു. അവസാനം നിങ്ങൾ കേട്ടോളൂ എന്താ ഉണ്ടായത്. ഒരാൾ വന്നിട്ട്, ഒരു ദമ്പതികൾ, കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ ഷാഹുൽ ഹമീദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല, സന്താനങ്ങളില്ല, അങ്ങ് സന്താനത്തെ തരണം, അതിനുവേണ്ടി അങ്ങ് വേണ്ടത് ചെയ്യണം എന്ന് മഹാനവറുകളോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിച്ചോ, ഇനിയാണ് കഥ. താങ്കളും ഭാര്യയും തൃപ്തിപ്പെടുന്ന പക്ഷം എന്റെ മുതുകിലുള്ള ബീജം ഇലാഹിയായ ദൈവീകമായ ശക്തി കൊണ്ട് താങ്കൾക്കുള്ള ഭാര്യയുടെ ഗർഭാശയത്തിൽ ഞാൻ നിക്ഷേപിക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസ്ലിമിന്റെ ബീജം എങ്ങനെ അന്യ ഒരാളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കാൻ സാധാരണ ഒരു മനുഷ്യന് കഴിയുമോ?
പാടുണ്ടോ? പിന്നെ എങ്ങനെ നാഗൂറാണ്ടവരതിന് മുതിരുമോ? ഇല്ല, കെട്ടുകഥകളാണ്, കള്ളക്കഥകളാണ് ഈ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. നാഗൂറാണ്ടവര് പറയുന്ന പോലും എന്റെ മുതുകിലുള്ള ബീജത്തെ നിങ്ങളുടെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് ഇലാഹിയായ പ്രത്യേക കഴിവിലൂടെ ഞാൻ നിക്ഷേപിക്കാം. പിന്നെ പക്ഷേ ഒരു ഗ്യാരണ്ടിയുണ്ട്, ജനനത്തിന് ശേഷം കുട്ടിയെ എനിക്ക് തന്നെ തിരിച്ചു തരണം. എന്റെ കുട്ടിയാണ്, അവളുടെ കുട്ടിയാവില്ല. കുട്ടിനെ എനിക്ക് തിരിച്ചു തരണം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് വേറെ തന്നെ സന്താനങ്ങൾ ഉണ്ടായിക്കൊള്ളും, നിങ്ങൾക്ക് വേറെ സന്താനം ഉണ്ടായിക്കോളും. ഈ സന്താനം എന്റേതാണ്, അതെനിക്ക് പ്രസവം കഴിഞ്ഞാൽ തിരിച്ചു തരണമെന്ന് ഈ പെണ്ണിനോട് ആവശ്യപ്പെടുന്നു. ശരി, അങ്ങനെ എന്തുണ്ടായി? അങ്ങനെ എന്താ പിന്നെ ആവശ്യപ്പെട്ടിട്ട് നടക്കുന്നത് എന്താണ്? കേട്ടോളൂ. ഷെയ്ഖിന്റെ അഭിപ്രായം പ്രസ്തുത ദമ്പതികളെ അതീവ സന്തുഷ്ടരാക്കി. ഷെയ്ഖ് പറഞ്ഞ നിബന്ധന അനുസരിച്ച് ചെയ്യാമെന്ന് അവർ തീർച്ചപ്പെടുത്തി. അങ്ങനെ ഷെയ്ഖ് പറഞ്ഞു, തിങ്കളാഴ്ച രാവിൽ ഭാര്യ കുളിച്ച് ശുദ്ധിയായി സുഗന്ധമുപയോഗിച്ച് നിങ്ങൾ രണ്ടുപേരും വെറ്റിലടക്കയും എടുത്ത് ഇവിടെ വരേണ്ടതാണ്. ഞാൻ നടക്കാൻ പോകുന്നത്. ഭാര്യയോട് പറഞ്ഞു, കുളിച്ച് ശുദ്ധിയായി സുഗന്ധമൊക്കെ പൂശി വെറ്റിലടക്കയും എടുത്തുകൊണ്ട് ഇവിടെ വരണം. നിർദ്ദേശാനുസൃതം നൂറുദ്ദീൻ മുഫ്തി ഭാര്യയെയും കൂട്ടി വന്ധ്യാനന്ദ പുരസ്സരം തിരുസന്നിധിയിലെത്തി. ഷെയ്ഖ് വെറ്റിലടക്ക ആവശ്യപ്പെട്ടു. മഹാനവറുകൾ അതിന് ബിസ്മില്ല ഉച്ചരിച്ച് വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു. പ്രത്യേക രീതിയിൽ ഇരുന്ന ഷെയ്ഖ് അല്ലാഹുവുമായുള്ള ആത്മീയ ദർശനത്തിന് ശേഷം തന്റെ വായിലിട്ട് ചവച്ച വെറ്റിലടക്ക എടുത്ത് നൂറുദ്ദീൻ മുഫ്തിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ ചെന്ന് ഇത് ഭാര്യയുടെ വായിൽ ഇടുക. അയാൾ ചവച്ചുണ്ടാക്കിയ വെറ്റിലടക്ക ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് വായിലിടാൻ പറയണം, പെട്ടെന്ന് വിഴുങ്ങാൻ പറയണം. ഇതിനെ അള്ളാഹു ഒരു ആൺകുഞ്ഞാക്കുന്നതാണ്. പ്രസവിച്ചാൽ എന്റെ മരണപ്പെട്ട സഹോദരന്റെ പേര് നൽകണം. യഥാർത്ഥ പിതാവിനെയും തനിക്ക് പിതാവ് സമ്മാനിച്ച സാധനത്തെയും അവൻ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു മിസ്വാക്കും ഏൽപ്പിച്ചു. നൂറുദ്ദീന്റെ ഭാര്യ ഗർഭിണിയായി ഒരു സുന്ദരനായ ആൺകുഞ്ഞിന് ജന്മം നൽകി. കണ്ടോ, വെറ്റിലടക്ക ചവച്ചു കൊടുത്ത് വിഴുങ്ങാൻ പറഞ്ഞതിലൂടെ മുതുകിലുള്ള ബീജത്തെ ദൈവീകമായ കറാമത്തിലൂടെ അങ്ങോട്ട് മറ്റേ പെണ്ണിന്റെ ഗർഭാശയത്തിലെത്തിച്ചു എന്നാ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര അപകടമാണ് മുസ്ലിമേ, എത്ര പഴച്ച വിശ്വാസമാണ് മുസ്ലിമേ ഇവരെ കുറിച്ചൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ, ഇതാണ് ജനത്തിന്റെ ധാരണ. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള എല്ലാ കെട്ടുകഥകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് മാത്രം തിരിയുക. അതേ, സർവ പടയിപ്പുകളെയും വിട്ടുകൊണ്ട് പടയിച്ചവനെ നോക്കി എന്ന് പറയുന്ന സിദ്ധാന്തത്തിലേക്ക് അതേ കൃത്യമായി നാം മടങ്ങി വരിക. പ്രിയമുള്ളവരെ, ആ മാർഗത്തിൽ എന്ത് ത്യാഗവും നാം സഹിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് ഈ സത്യം ഏൽപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രിയമുള്ളവരെ, ആ ആദർശം മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഒരു തെറ്റുകളിലേക്കും പോകരുത്. തമിഴ്നാടെന്ന് പറയുന്നത് സിനിമകളുടെ ലോകമാണ്, സീരിയലുകളുടെ ലോകമാണ്. നമ്മുടെ വീടുകളിൽ അതേ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ടിവിയിലൂടെ അല്ലാതെയുമൊക്കെ സിനിമ കാണുന്ന മുസ്ലിമുണ്ടോ? സീരിയലുകൾ കണ്ടാസ്വദിക്കുന്ന മുസ്ലിമുണ്ടോ? ഡാൻസുകൾ കാണുന്നവരുണ്ടോ? മ്യൂസിക്കുകൾ കേൾക്കുന്നവരുണ്ടോ? പാടില്ല, അരുത്, ഹറാമാണ്. നമ്മുടെ കണ്ണല്ല തന്നതാണ്, കാതുകൾ അല്ല തന്നതാണ്. അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് നോക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സദസ്സുകളിലേക്ക് പോകരുത്. കാരണം നമുക്കൊക്കെ ഒരുമിച്ച് കൂടേണ്ട ഒരു ലോകമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണേ, അള്ളാഹുവിങ്കലേക്ക് നിങ്ങളെല്ലാം മടക്കപ്പെടുന്ന ദിവസം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവിടെ വെച്ച് ഓരോ ആത്മാക്കളും എന്താണ് പ്രവർത്തിച്ചതെങ്കിൽ അതിനുള്ള പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. ആരണുത്തൂക്കം നന്മ ചെയ്തോ അത് കാണും. ആരണുത്തൂക്കം തിന്മ ചെയ്തോ അതും അവൻ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ റിക്കാർഡുകൾ നിറയട്ടെ. തിന്മകളുടെ റിക്കാർഡുകളിലേക്ക് തിന്മകളൊന്നും എഴുതി ചേർക്കപ്പെടാവുന്ന നിലക്ക് ചെയ്യാതെ നമ്മെ എപ്പോഴും കാണുന്ന, കേൾക്കുന്ന, നമ്മെ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ആര് കാണുന്നില്ലെങ്കിലും എന്നെ എന്റെ റബ്ബ് കാണുന്നുണ്ട്, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട്
എന്ന പേടിയോടെ ഭയത്തോടെ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവനെ മാത്രം ആരാധിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ സർവശക്തനായ റബ്ബിനോട് നിരന്തരം തേടുവീൻ, പ്രാർത്ഥിക്കുവീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നിലക്കുള്ള നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ഈ സംസാരം നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്നാലും വളരെയേറെ അച്ചടക്കത്തോടുകൂടി മനസ്സിലായ നിലയ്ക്ക് തന്നെ എല്ലാവരും ഇരുന്ന് കേട്ടതിൽ അതീവ സന്തുഷ്ടനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നെല്ലാം ഇത് സ്വീകരിച്ച് സ്വർഗലോകത്ത് ഇതുപോലെ സന്തോഷത്തോടുകൂടി ഇനിയും ഒരുമിച്ചിരിക്കാനും കാണുവാനും സർവശക്തനായ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയ എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്തോഷത്തോടുകൂടെയുള്ള കെരിമയുച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാൻ നമുക്കെല്ലാം സർവശക്തനായ നാഥൻ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.